നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവനെ ഞാൻ കടൽ കടന്ന് പോവാൻ അനുവദിക്കില്ല. ഉറപ്പായും ഈ 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ കൊന്നിരിക്കും. ഇനി ഇതാ തുളസി പറഞ്ഞിട്ട് കെട്ടിയതല്ല, ഞാൻ കെട്ടിത്തന്നതാ. എപ്പോഴും ഇതിവിടെ തന്നെ ഉണ്ടാവണം. ക്ലയന്റിനോട് സംസാരിക്കാനായിട്ടൊരു കമിൻ സർ, അകത്തേക്ക് വരാം. ഹേയ് നന്ദ, കമിൻ കമിൻ പ്ലീസ് സിറ്റ് ഡൗൺ. സർ, എന്റെ പാസ്പോർട്ട്. വെരി ഗുഡ് നന്ദ. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ അത് മിസ് ചെയ്യാതെ ഉപയോഗിച്ചേന്. ഗുഡ്. വിസക്കെല്ലാം ഓൾറെഡി അപ്ലൈ ചെയ്തു. അത് ഇന്ന് തന്നെ വരും. ശരി. ടിക്കറ്റ്സ് നാളെ ഡയറക്റ്റ് അശോക് തന്നെ അയച്ചു തരും. ഓക്കെ സർ, താങ്ക് യു. സോ ഒഫീഷ്യലി ഇന്ന് മുതൽ നിനക്ക് ഈ ഓഫീസില് വേറെ ഒരു ജോലിയും ഇല്ല. സർ, നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല. അതായത് ഈ ഓഫീസിലെ ജോലിയെ പറ്റിയല്ല, സിംഗപ്പൂർ ഓഫീസിലാണ് ജോലി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലേ നിനക്ക്? അപ്പൊ നന്ദ, സിംഗപ്പൂർ പോകാനായിട്ടെല്ലാം പാക്ക് ചെയ്തോ? ഇല്ല സർ, ഇനി വേണം അതൊക്കെ ചെയ്യാനായിട്ട്. എന്തിനാ ലേറ്റ് ആകുന്നേ? ഉടനെ തന്നെ അതങ്ങ് ചെയ്യുക. വേണമെങ്കിൽ ഇന്ന് ലീവ് എടുത്തോ. സാരമില്ല സർ, ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ചെയ്തോളാം. എന്താ നന്ദ ഇത്? എടാ, നീ പോകുന്നത് വല്ല അമ്പലത്തിലേക്കോ മറ്റാണോ? സിംഗപ്പൂരിലേക്കാ പോകുന്നത്. എന്തോരം സാധനങ്ങൾ പാക്ക് ചെയ്തല്ല, അതും 6 മാസത്തേക്കാ ഉള്ളത്. എടാ, വേഗം ചെല്ലാൻ നോക്ക്. ചെല്ലേ സാർ, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യാം. എന്തുവാടേ നീ? ഇനി ഒരു കാര്യം പറയണ്ട. ബോസ് ഇനി മുതൽ നിനക്ക് ഇവിടെ ജോലിയില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈവനിങ് വരെ എന്ത് ചെയ്യാനാ നീ പോയിട്ട് ആദ്യം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ നോക്ക്. ഓക്കെ സർ. ഓക്കെ നന്ദ, ഓൾ ദി വെരി ബെസ്റ്റ്. ഇത് കഴിഞ്ഞാ പിന്നെ നിന്റെ ജീവിതം മാറി മറിയാൻ പോവാ. താങ്ക് യു സർ. സത്യത്തിലിപ്പോ എനിക്ക് സാറ് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം തന്നെ. ഇതൊക്കെ എന്ത്? ഇനി അങ്ങോട്ടെല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, അല്ലേ അശോക്? അതെ, അതാണ്. ഓക്കെ, ഇതെല്ലാം വലിയ കാര്യം തന്നെയാ. അതെല്ലാം നിനക്ക് വഴിയെ മനസ്സിലാക്കോളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ നന്ദ, നീ പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. ശരി സർ, ഞാൻ പോട്ടെ. ബോസ്, നന്നായി പാക്ക് ചെയ്ത് അനാമികയുടെ റൂട്ട് ടേക്ക് ഓഫ് ചെയ്തു. ഇനി അപ്പോ അടുത്തത് എന്താണ് ബോസ്? നന്ദ, ഇങ്ങ വാ. എന്താ നാമിക, വില്ലനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, നീ ഇതെവിടെ പോയതാ? ഞാനും വില്ലനെ കണ്ടിട്ട് വരുന്ന വഴിയാ. മനസ്സിലായില്ലേ? ബോസിനെ കണ്ട് പാസ്പോർട്ട് കൊടുത്തിട്ട് വരാന്ന്. ഓ, ബോസ് എന്താ പറഞ്ഞേ? നിനക്ക് പോവാനുള്ളതല്ലേ, അതുകൊണ്ട് ഇന്നിവിടെ ജോലിക്കൊന്നും നിൽക്കണ്ട, വീട്ടിൽ ചെന്നിട്ട് പോവാൻ വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് പോവാൻ പറഞ്ഞോ? അതെ നാമിക, ഇനി എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ ഞാനിവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യം എന്താ? വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാന്ന് കരുതി. നീ കുറച്ച് ഓവർ ആവുന്നുണ്ടേ. ബോസിനെക്കാളും നിനക്കാണല്ലോ സിംഗപ്പൂർ പോവാൻ താല്പര്യം കൂടുതൽ. ഛേ, അങ്ങനെയൊന്നുമില്ല. നീ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞ ഞാൻ ബോസിന്റെ അടുത്ത് പോയി സിംഗപ്പൂർക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞോളെ. അങ്ങനെ പറയുന്ന ആള് പിന്നെ എന്തിനാ പാസ്പോർട്ട് കൊടുത്തിട്ട് വന്നത്? നിന്റെ ആക്ടിംഗ് ഒന്നും ഇവിടെ നടക്കില്ല. ശരി, അതൊക്കെ വിട്. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. എനിക്ക് അവിടെ പാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവുമല്ലോ. നീ പോകുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ടാണ് ഞാൻ ഇനി പാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഒരുപാട് ഓവർ ആവല്ലേ? ഭർത്താവ് പുറത്തേക്ക് പോവല്ലേ, അദ്ദേഹത്തെ ഹാപ്പി ആക്കി വിടേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ?
നീ ഒന്ന് ലീവ് എടുത്ത് വീട്ടിലേക്ക് വരാണെങ്കിൽ അടിപൊളിയായിരിക്കും. പ്ലീസ് 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 പ്ലീസ്. ഓക്കെ ശരി, നീ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ നോക്ക്. ഞാൻ ബോസിനോട് എന്തെങ്കിലും പറഞ്ഞു ഇറങ്ങാൻ നോക്കാം. അടിപൊളി. എന്താ ഇത്? അയ്യോ കയ്യിന്ന് പോയി. ഇവൻ എന്താ പറ്റിയെന്ന് തോന്നുന്നു. അതെ, അറിയില്ല. എന്താണ്? അത് പിന്നെ അറിയാതെ. നമുക്ക് നമ്മളെ ജോലി നോക്കാം. ഓ എന്നാ ഞാൻ പോട്ടെ, പെട്ടെന്ന് പോകാം, വീട്ടിൽ പോകാം. എന്തോ പറ്റിയെന്നാ തോന്നുന്നേ. നന്ദ പറയുന്നത് കറക്റ്റ്. അവൻ പോകുന്നവരെങ്കിലും പറ്റുന്ന പോലെ അവന്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണം. എന്തായാലും ലീവ് ചോദിച്ചു നോക്കാം. ഋഷി എന്തായാലും എനിക്ക് ലീവ് തരാതിരിക്കില്ല. യെസ്. ഹായ് ഋഷി. ഹായ് അനാമിക, വാ ഇരിക്കെ. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട്? എനിത്തിങ് ഇമ്പോർട്ടന്റ്? അതെ ഋഷി, ഒരു ചെറിയ ഹെൽപ്പ്. എന്ത് ഹെൽപ്പ്? എനിക്കൊരു പേഴ്സണൽ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് എനിക്കൊരു പെർമിഷൻ വേണം. എന്താ പേഴ്സണൽ വർക്ക്? ബോയ് ഫ്രണ്ടിന്റെ കൂടെ? ഹേയ്, I'm just kidding. ലീവല്ലേ, ധൈര്യമായിട്ട് എടുത്തോ. ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? താങ്ക്സ് ഋഷി. അനാമിക, ഒരു മിനിറ്റ്. എന്താ ഋഷി? എനിക്കിത് ഇപ്പോഴും ഓർമ്മ വന്നേ. നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യണം. എൻ്റെ ഇവിടെ നിന്ന് വരാൻ പറ്റുമോ? അയ്യോ ഋഷി, എനിക്കിപ്പോ അനാമിക, ജസ്റ്റ് 1 hour മീറ്റിംഗാ, പെട്ടെന്ന് തന്നെ കഴിയും. അതിനുശേഷം എന്ത് പേഴ്സണൽ മാറ്റർ ആയാലും നിനക്കത് അറ്റൻഡ് ചെയ്യാം. എന്തുപറ്റി അനാമിക, എന്താ ആലോചിക്കുന്നത്? ഇത്രയും ചിന്തിക്കാൻ അത്ര ഇമ്പോർട്ടന്റ് മാറ്ററാ? അങ്ങനെയൊന്നല്ല. പിന്നെന്താ, വെറും 1 മണിക്കൂറല്ലേ, പെട്ടെന്ന് പോയിട്ട് വരാലോ. ജോലിയുടെ കാര്യം വരുമ്പോ ഇതിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ഇത് ഞാൻ പഠിച്ചത് നിന്റെ അച്ഛൻ ദേവരാജന്റെ അടുത്തുനിന്ന്. എന്താ നീ അത് പഠിച്ചില്ല അനാമിക? നിനക്ക് എവിടെയാ പോകണ്ടേന്ന് പറ. മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല ഋഷി, കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം. അപ്പൊ ക്ലൈം മീറ്റിംഗിന് പോവാൻ റെഡിയല്ലേ? ഓക്കെ ഋഷി, പോവാം. മീറ്റിംഗ് എവിടെയാ? ECRലുള്ള ഒരു സ്റ്റാർ ഹോട്ടലിലാ. നമ്മൾ പോയി ക്ലൈന്റിനെ മീറ്റ് ചെയ്തിട്ട് പ്രസന്റേഷൻ കാണിച്ചിട്ട് തിരിച്ചു പോവാം. എന്താ ഓക്കെ അല്ലേ? ശരി ഋഷി. ശരി, നീ പോയി മൊത്തം പ്രസന്റേഷനും ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റ്. അത് കഴിഞ്ഞ് നമുക്കൊരു 1/2 മണിക്കൂറിനകത്ത് ഇറങ്ങാം. കുഴപ്പമില്ല ഋഷി, ഞാൻ എന്റെ ലാപ്ടോപ്പ് എടുത്തോളാം. എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? ഓക്കെ. കാമുകം പോകുമ്പോ കൂടെ പോവാൻ വേണ്ടി തുടിക്കാല്ലേ. ഇനി നീ അവനെ എങ്ങനെയാ കാണാൻ പോകുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. One second. പറ അശോക്. എന്താ ഇഡിയറ്റ്, ഇത് നേരത്തെ നോക്കി പറഞ്ഞൂടെ? ഫോൺ വെക്ക്. എന്തു വെച്ച ഋഷി? ഒന്നുമില്ല, ഫോറിൻ ക്ലയന്റ് മീറ്റിംഗിന് 1 hour ഡിലേ ഉണ്ട്.
അവരുടെ ബോസിന്റെ കൂടെ എന്തോ ഒരു ഇമ്പോർട്ടന്റ് കോൺഫറൻസ് ഉണ്ടെന്ന് അറിഞ്ഞ ജസ്റ്റ് 1 hour ഉള്ളൂ. നിനക്കത് ഓക്കെ ആണല്ലോ അല്ലേ? അത് കുഴപ്പമില്ല. ഫൈൻ. എന്നാ പിന്നെ വാ, റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കോഫി കുടിച്ചേക്കാം. ഇല്ല, എനിക്ക് വേണ്ട ഋഷി. എന്താ ഇത്? എന്തായാലും വെയിറ്റ് ചെയ്യാൻ തന്നെയല്ലേ പോകുന്നത്. എന്നാ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കോഫി അങ്ങ് കുടിച്ചേക്കാം. അനാമിക